സജീവൻ, നോക്കൂ, ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വികസനമാണ്, ഈ പറഞ്ഞ രീതിയിൽ ജംഗിൾ രാജ് അവസാനിപ്പിച്ചതിൻ്റെ കാര്യങ്ങളാണ്, സ്ത്രീ സുരക്ഷയുടെ കാര്യങ്ങളാണ്, ക്രമസമാധാനത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതൊക്കെ ബീഹാറിൽ പറഞ്ഞവർക്ക് വോട്ട് ഈ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ആയി എന്നാണ്. ഇതുവരെയുള്ള കഴിഞ്ഞ കാലങ്ങളിലുള്ള നിതീഷിൻ്റെ ഭരണത്തിനും അപ്പുറമുള്ള ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായതിന് ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു തരത്തിലുള്ള ഒരു മാജിക്കും ഒരു തരത്തിലുള്ള ഒരു ഇലക്ഷൻ എൻജിനീയറിങ്ങും അവിടെ BJPയുടെയോ NDAയുടെയോ ഭാഗത്ത് നിന്ന് നമ്മൾ കാണേണ്ടതില്ലേ? ഇത് മാത്രം കണ്ടാൽ മതിയോ? ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് പല ആളുകളെയും നമ്മളെല്ലാവരും ഞെട്ടിച്ച റിസൾട്ടാണ്. എങ്ങനെയാണ് NDAക്ക് ഇത്രയും സീറ്റുകൾ കിട്ടുന്നത് എന്ന് നമ്മളെല്ലാവരും കാരണം പോലും ഇപ്പോൾ വ്യക്തമല്ല. BJPക്കാർ എത്രമാത്രം ന്യായീകരിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഞെട്ടൽ ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഒരുപക്ഷെ നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനുമായിരിക്കും. അവർ പോലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യത്തിൽ ഇത് ജനങ്ങളങ്ങ് മൊത്തമായിട്ട് NDA വാരിപ്പുണർന്നു എന്നത് സ്വാഭാവികമായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം, പ്രതിപക്ഷത്തിന്റെ ശക്തിക്കുറവുണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന കാര്യം കൂടിയാണ്. ഞാനത് അങ്ങനെ SIRന്റെ പ്രശ്നം കൊണ്ടാണ് SIRലൂടെ കുറെ വ്യാജ വോട്ട് ചേർക്കുകയും മറ്റ് യഥാർത്ഥ വോട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തു എന്നൊക്കെ അതൊക്കെ ഇനി കണ്ടെത്തേണ്ട കാര്യമാണ്. ആരോപണം നേരത്തെ H ഫയൽ പോലെ തന്നെ ഒരു ബീഹാർ ഫയൽ B ഫയൽ കൂടി ഉണ്ടാവേണ്ടതാണ്. അപ്പൊ കൃത്യമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് അറിയാം. ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ആളുകൾ, വിദേശത്ത് ബംഗ്ലാദേശിൽ നിന്നോ മറ്റെവിടെ നിന്നൊക്കെയുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ വോട്ടർമാരായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തടയേണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്ത് നേരത്തെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് H ഫയലിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിനകത്ത് തന്നെ അതിനകത്ത് കൊള്ളാവുന്നതിന്റെ പരമാവധിക്ക് അപ്പുറത്ത് ആളുകൾ വോട്ടർമാരായി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ട കാര്യമാണ്. അത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വളരെ കൃത്യമായ ന്യായമായ രീതിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും വളരെ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് മുന്നേറാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലവർ ചെയ്തൊരു കാര്യം, ഇപ്പൊ നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയിരുന്ന പ്രഖ്യാപനങ്ങൾ പലതും ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കൊടുത്തുള്ള ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ കേന്ദ്ര സഹായത്തോടു കൂടി ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ഇരട്ട എഞ്ചിൻ, ആ ഇരട്ട എഞ്ചിൻ കൊണ്ടുവന്നപ്പോ കേന്ദ്രത്തിന്റെ വാരിക്കോരിയുള്ള സഹായം, കാരുണ്യം, അവരുടെ സഹായം കിട്ടിയിട്ടുള്ള വളരെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. ബീഹാറിന് വേണ്ടതിലേറെ കൊടുത്തിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു. നമ്മളെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. അതിഭീകരമായ ഒരുപക്ഷെ ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത രൂപത്തിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് കണ്ണീർ വാർത്തിട്ട് എന്താണ് കേരളത്തിന് കിട്ടിയതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇരട്ട എഞ്ചിനില്ല, ഒരു എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കണം, ആ എഞ്ചിന് തന്നെ കൊടുക്കേണ്ട ഇന്ധനം കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലായിരുന്നു കേരളം. പക്ഷേ ബീഹാറിൽ അങ്ങനെയല്ല. ബീഹാറിൽ BJP കൂടി പങ്കാളിത്തമുള്ള NDA കക്ഷികളാണ് NDA ഭരിക്കുന്നത്. അവിടെ നിതീഷ് കുമാറിന് വാരിക്കോരി കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരു വലിയ തോതിലുള്ള സഹായം അവിടെ കിട്ടിയിരുന്നു. അത് കേന്ദ്രത്തിന്റെ വക വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാലോ. അവിടെ റോഡുകളും മറ്റും അടുത്ത കാലത്ത് പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് എന്തായാലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിതീഷിന്റെ ഭരണം എന്ന് പറയുന്നത് ഈ എങ്ങനെയൊക്കെ അവിടെ ബീഹാറിലെ രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് വളരെ ഉന്നതരായിട്ടുള്ള ജമീന്ദാർമാര്, രണ്ടാമത്തേത് ഈ ഇടത്തട്ടുകാരുടെ എണ്ണത്തിൽ കുറവും അതിനേക്കാൾ പാവപ്പെട്ട ആളുകളുടെ എണ്ണത്തിൽ വളരെ കൂടുതലുമാണ്. പട്ടിണിക്കാരും നിത്യപട്ടിണിക്കാരുമായിട്ടുള്ള ആളുകളുടെ എണ്ണം, അവർക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ കിട്ടുമ്പോൾ ബാക്കിയെല്ലാം അവർ മറക്കും. ആ മറക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലും ഇത്രയും വലിയൊരു വിജയം നമുക്കൊക്കെ അത്ഭുതപ്പെടാം. ഇത് 200 കടക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ തുടക്കത്തിൽ വോട്ടെണ്ണലിൽ ഒരു വലിയ ഘട്ടം പകുതി പോലെ എത്തുമ്പോഴും അവിടേക്കൊന്നും എത്താൻ സാധ്യതയില്ല. 150 മുകളിലെത്തും എന്നൊക്കെ വിചാരിച്ചാലും, പക്ഷെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും തന്ത്രമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടതാണ്. ശരിയാണ്, അത് വലിയൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ഒരുപക്ഷെ ഹരിയാനയുടെ കാര്യത്തിൽ വന്നതുപോലെ ഇനി രാഹുൽ ഗാന്ധി വീണ്ടും ഈ കാര്യത്തിൽ വരുമോ എന്നൊക്കെ ഉള്ളത് അറിയേണ്ടതാണ്. നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ബി ഫയലുമായി ഇനി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയേണ്ടതാണ്. അത് അവിടെ നിൽക്കട്ടെ.